ശബരിമല സ്വർണ്ണമോഷണത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതിന്റെ തെളിവ് SITക്ക് ലഭിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ED കേസിന്റെ ഫയലുകൾ പരിശോധിച്ചു തുടങ്ങി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ട് എന്നത് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. തന്ത്രി സാമ്പത്തിക ലാഭം ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് SITക്ക് ലഭിച്ചത്. സ്വർണ്ണമോഷണം നടത്താൻ ദേവപ്രശ്നം മറയാക്കിയെന്നും തന്ത്രി എന്ന പദവി കണ്ഠരര് രാജീവർ ദുരുപയോഗിച്ചു എന്നതിലും SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തന്ത്രി കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗം അജികുമാർ എന്നിവരുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതേസമയം കേസിൽ SITയിൽ നിന്ന് വിവരങ്ങൾ ED ശേഖരിച്ചു തുടങ്ങി. ഫയലുകളുടെ പരിശോധനയും ആരംഭിച്ചു. കേസിലെ മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ച് ED മുന്നോട്ടു പോകുമ്പോൾ തന്ത്രിയെ തൊടാൻ തയ്യാറായിട്ടില്ല എന്നതും ഏറെ പ്രസക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.